ഒരു തരി പോലും ഉറങ്ങാതെയാണ് ബാംഗ്ലൂരിൽ നിന്ന് നിലമ്പൂർക്ക് ഞങ്ങൾ പുലർച്ചെ 1 മണിക്ക് ഇറങ്ങി. തീരെ ഉറങ്ങാത്തതിന്റെ ക്ഷീണം നല്ല ബാധിച്ചുകൊണ്ട് ഇടക്കിടക്ക് എടുത്ത് ചായ കുടിക്കണ്ടായി. കുറച്ച് പട്ടികൾക്ക് ബിസ്ക്കറ്റും കൊടുത്തു. NH 948 ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ബൈക്കിലാണ് പോകുന്നതെങ്കിൽ മൈസൂർ എക്സ്പ്രസ് ഹൈവേന്റെ സർവീസ് റോഡിനേക്കാൾ എത്രയോ മനോഹരമാണ് ഈ റൂട്ടിലൂടെ പോകുന്നത്. വളരെ കഷ്ടം തോന്നിയ ഒരു കാര്യമാണ് ശിവാനസമുദ്രം ഈ റൂട്ടിലാണെന്ന് അറിഞ്ഞത് ഈ അടുത്താണ്. അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഞങ്ങൾ ഒരു മസാല ദോശ കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടങ്ങി. പിന്നെ ഞങ്ങൾ ഗുണ്ടൽപേട്ടിലെ ഹിമവത് ഗോപാൽസ്വാമി ഹിൽസിൽ ഒന്ന് കയറി. ഭാഗ്യം എന്ന് പറയാലോ അടിപൊളി ക്ലൈമറ്റ് ആണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗുണ്ടൽപേട്ടിലെ ലെഗസി ആയിട്ടായ പൂന്തോട്ടങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ നിലമ്പൂർ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പിന്നെ അവിടുന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് പിറ്റേന്ന് രാവിലെയാണ് കറക്കം തുടങ്ങിയത്. ഞങ്ങൾ പോയത് ഒരു റെയിൽവേ ട്രാക്കിലേക്കായിരുന്നു. എപ്പോഴും നിലമ്പൂർ വരുമ്പോൾ വിചാരിക്കും വേണ്ട രീതിയിൽ നിലമ്പൂർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. ഇത്തവണത്തെ എക്സ്പ്ലോറേഷന് കല്ല് അടിച്ചത് ഫോറസ്റ്റ് ഇവിടെ ഇറങ്ങി വേറെ പോയി പട്ടിച്ചോട്ടന്റെ ശേഷം ഞങ്ങൾ ബീഫ് സ്റ്റീക്ക് കഴിക്കാൻ പോയി. നിലമ്പൂരിൽ ആദ്യത്തെ ബീഫ് സ്റ്റേക്ക് ആണ് അത്ര. നിലമ്പൂരത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകണ വഴിക്ക് ഗൂഡല്ലൂർ മൂത്രയൊക്കെ നിർത്തിയ സ്ഥലമാണ്. ഗൂഡല്ലൂർ അങ്ങാടിയിലെ ട്രാഫിക് ചെയ്യുന്നത് ഒരേന്നുള്ളൊരു വെള്ളച്ചാട്ടം കണ്ടിട്ട് പിന്നെ അടുത്തടുത്തുള്ള ഒരുപാട് മൃഗങ്ങളുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. വളരെ റെയറായി കാണുന്ന കാട്ടുപോത്തിനെ വരെ കണ്ടിട്ട് ഞങ്ങൾ ഫോറസ്റ്റ് ഇറങ്ങി. ഹൈവേയിൽ കയറിയിട്ട് പിന്നെ ഒരു ദാബേന്ന് ഫുഡും കഴിച്ച് ബാംഗ്ലൂർ എത്തിയിട്ടും കാണാം. ബൈ ബൈ.